ചാനൽ പാർട്ട്നേഴ്സ് എവിടെയാണ് ബേസ്ഡ് ആയിട്ടുള്ളത്? അത് ഇറ്റ് ഡിപ്പെൻസ് upon the region we are going after. ഇപ്പം we have got channel partners in Middle East, Southeast Asia, US and so on. ഓക്കെ. മേ ബി ഒരു ഏജൻസീസ് ഒക്കെ ആയിരിക്കാം who will be directly working with ഏജൻസീസ് ആവാം. clients. അവർക്ക് ഒരു അവരുടെ ക്ലയൻസിന് ഓഫർ ചെയ്യാൻ പറ്റുന്ന എക്സ്ട്രാ ഓഫറിംഗ് പോലെ നമുക്ക് പിച്ചിങ് ചെയ്യാം ആൻഡ് ദേ അതെ. കൻ അപ്സെൽ ഓൺ അവരുടെ ബിഹാഫ് പോലെ വൈറ്റ് ലേബിൾ അതെ ചെയ്ത് അതെ കറക്റ്റ്. സെൽ ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഉള്ളത് ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കില്ല, വിൽ ബി ഇൻ സം അതർ മാർക്കറ്റ്, മേ ബി ഇൻ US, മേ ബി ഇൻ സിംഗപ്പൂർ, മേ ബി ഇൻ വേറെ ജോഗ്രഫി ആയിരിക്കാം. അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ കമ്പനി നടത്തുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെല്ലിംഗ് ചിലപ്പോൾ നടക്കുന്നില്ല. അപ്പോൾ ഹൗ ഡു യു വ്യൂ ദാറ്റ്? അല്ലെങ്കിൽ ഈ പറഞ്ഞ വാട്ട് ഈസ് യുവർ തോട്ട്സ് ഓൺ someone is building a tool in Kerala but the customer is in outside India, outside different countries. അതെങ്ങനെ ക്രാക്ക് ചെയ്യുന്നതാണ് യു ഫിഗർഡ് ഔട്ട് ഫോർ യുവർ സെൽഫ്? എനിക്ക് ഇനീഷ്യലി ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ let me build from here for customers outside. Yeah. That's a great concept. പക്ഷേ ഇൻ റിയാലിറ്റി നമുക്കൊരു റൈറ്റ് പ്രോഡക്റ്റ് ഫാസ്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ബി നിയർ ദ കസ്റ്റമർ. അപ്പോൾ നമ്മൾ ആ ഒരു എഫേർട്ട് എടുത്തിട്ട് നമ്മൾ US പോയിരിക്കുന്നു, കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് റെഗുലർ ആയിട്ട് സംസാരിക്കുന്നു, നമുക്ക് കുറേ റെവലേഷൻസ് ഉണ്ടാവും. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു തോട്ട് ഉണ്ടാകുന്ന വെച്ചാൽ എ ലോട്ട് ഓഫ് തിങ്സ് ദേ ആർ അഡ്വാൻസ്ഡ് ദാൻ us. അങ്ങനെയൊന്നുമില്ല. വി ആർ ഈക്വൽ ഓർ മേ ബി മച്ച് ബെറ്റർ ദാൻ വാട്ട് ഇസ് ഔട്ട് ദിയർ. വി ആർ നോട്ട് ഗെറ്റിംഗ് എക്സ്പോഷർ, ദാറ്റ്സ് ഓൾ. നമ്മൾ അവിടെ പോകുമ്പോൾ വെൻ വി ടോക്ക്, വെൻ വി റിയലൈസ് ദാറ്റ് നമ്മൾ വളരെ ചെറുതാണെന്ന് വിചാരിക്കുന്ന പ്രയോറിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ്, ഇതൊക്കെ ദാറ്റ് മൈറ്റ് ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഔട്ട് ദിയർ. ആ ഒരു റിലേഷൻ നമ്മൾ അവിടെ ഇരുന്നിട്ട് ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളൊരു സൂമിൽ ഇരുന്നിട്ട് സംസാരിക്കാൻ വരില്ല. നമ്മളൊരു കോഫി അല്ലെങ്കിൽ ഒരു ഇവന്റിൽ പോയി സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭയങ്കര റിയലൈസേഷൻ ആയിരിക്കും. അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ്, നമ്മൾ അവരുടെ അടുത്ത് ക്ലോസ് ആയിട്ടിരിക്കുമ്പം കുറേ പുതിയ ഐഡിയാസ് വരും, കുറേ പുതിയ ഡയറക്ഷൻസിൽ പോകും. ആ ഡയറക്ഷൻസ് നമുക്ക് ഇവിടെ ഇരുന്ന് പലപ്പോഴും കിട്ടണമെന്നില്ല. പിന്നെ അതേപോലെ GTM ഓപ്പർച്യൂണിറ്റി, ഗോ ടു മാർക്കറ്റ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ കസ്റ്റമറിന് സെല് ചെയ്യുകയാണെങ്കിൽ ഈ കസ്റ്റമർ ഇവിടെയൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കസ്റ്റമേഴ്സിന്റെ ഇൻട്രസ്റ്റഡ് ഏരിയാസ് ഇതൊക്കെയാണ്. So that will open up a lot of GTM opportunities as well.